ഉള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ 2 ആഴ്ചയായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇത് വളരെ ആത്മാർത്ഥമായാണ് ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. തികഞ്ഞ ഗുണകാംക്ഷയോടുകൂടിയാണ് പറയുന്നത്. ആ ഗൗരവത്തിൽ തന്നെ കാണണമെന്നും ആരുടെ കുടുംബത്തിലാണ് എന്താണ് പ്രശ്നമുള്ളത് എന്ന് അവനവൻക്കല്ലേ അറിയൂ. അതിനെന്താണ് പരിഹാരം? ഞാൻ ഇങ്ങനെ പോയാൽ മതിയോ? ഈ നീറ്റലും ഈ നീറലും ഈ വേദനയും ഒക്കെയായി കഴിച്ചു കൂട്ടിയാൽ മതിയോ? അല്ല, അതിന് പകരം പരിഹാരമുണ്ട്. ചികിത്സ, എല്ലാ രോഗങ്ങൾക്കും ചികിത്സ ഉണ്ടല്ലോ. അത് ആരെ കണ്ടാലാണ് അതിന് പരിഹാരം കാണുക? ഏത് മരുന്ന് കഴിച്ചാലാണ് അത് ഭേദപ്പെടുത്താൻ കഴിയുക? അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഒത്തിരി കുടുംബങ്ങളിൽ സാധാരണ അങ്ങനെയാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ! ഭാര്യയെ തലക്ക് അടിച്ചങ്ങോട്ട് കൊന്നു, ഭർത്താവിനെ ശ്വാസം മുട്ടിച്ച് കൊന്നു, മക്കളെ, മാതാപിതാക്കളെ, അങ്ങനെ വീടുകളിൽ നിന്ന് ഇനി പുറത്തു വരാത്ത വാർത്തകൾ നീറിപ്പുകയുന്ന എത്ര കുടുംബങ്ങളാണ്. ശരിക്കും ഈ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ കളിമൈതാനം പോലെയാണ്. കളിമൈതാനം, ഒരു കളി പറയുന്നത് ഫുട്ബോൾ എടുക്കുക. ഫുട്ബോൾ മൈതാനത്ത് 11 ആളുണ്ടാവും ഒരു ടീമിലല്ലേ? അവരൊരു ഫാമിലിയാണ്, അവരൊരു ടീമാണ്. അതിന് നല്ല കളിക്കാരൊക്കെ ഉണ്ടാവും. അവരെത്ര കളിക്കാൻ കഴിയാത്ത ആളും ഉണ്ടാവും, കുറുകിയവരുണ്ടാവും, നല്ല ഹൈറ്റ് ഉള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാവർക്കും ഓരോ റോളുണ്ട്. നീ എവിടെ കളിക്കണം, നീ ഏത് വിങ്ങിൽ കളിക്കണം എന്നുള്ളത് കോച്ച് കൃത്യമായി നിർദ്ദേശം നൽകുമ്പോൾ അതനുസരിച്ച് വേണം കളിക്കാൻ. അതിന് ആ കോച്ചിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കളിക്കുകയാണെങ്കിൽ അതൊരു ടീം വർക്കാണ്, അതിനൊരു താളം ഉണ്ടാകും. ഒരുത്തന് തോന്നുന്നു അവന് ഞാൻ പാസ് കൊടുക്കൂല, ഞാൻ എന്തു വന്നാലും അവനക്ക് പാസ് കൊടുക്കൂല, അവനങ്ങനെ ഗോൾ അടിക്കണ്ട എന്ന് തീരുമാനിച്ചാൽ തോൽക്കുന്നത് അവനല്ല, നീയും കൂടിയാണ്. നിന്റെ ടീമാണ് തോൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് അവൻ കറുത്തവനാണ്, അല്ലെങ്കിൽ അവൻ കാശില്ലാത്തവനാണ് എന്ന് നോക്കിയല്ല, അവന് വിദ്യാഭ്യാസമില്ലാത്തവനാണ് എന്ന് നോക്കി പാസ് കൊടുക്കാതിരുന്നാൽ ടീം തോൽക്കുന്ന പോലെ. അങ്ങനെ മൂപ്പരിപ്പം അങ്ങനെ വലുതാകണ്ട, അവളിപ്പോൾ അങ്ങനെ അങ്ങോട്ട് പൊന്തി പോകണ്ട എന്നല്ല ചിന്തിക്കേണ്ടത്. ഒരു ടീം വർക്കായി നമ്മൾ പ്രവർത്തിച്ചാൽ, ഭാര്യയ്ക്കൊരു റോളുണ്ട് ഇല്ലേ? ഞാൻ പറഞ്ഞു, ഭർത്താവിൻ്റെതായ ചില ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട്. വാപ്പാക്കുണ്ട്, മക്കൾക്കുണ്ട്. എല്ലാവരും അവരവരുടെ റോള് കൃത്യമായി നിർവഹിച്ചാൽ ഗോളടിക്കാൻ പറ്റും. ഗോൾ എന്ന് പറഞ്ഞാൽ തന്നെ ലക്ഷ്യമെന്നല്ലേ അതിൻ്റെ അർത്ഥം. നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ആഹ്ലാദിക്കാം. ഗോൾ അടിച്ച ആൾ മാത്രമൊന്നുമല്ല, ആ പന്തുമായി ഒരു ബന്ധമില്ലാതിരിക്കുന്ന ഗോളി പോലും ചാടിക്കളിക്കും. കാരണം എന്താ? നമ്മുടെ ടീമാണ് ഗോൾ അടിച്ചത് എന്ന പോലെ നമ്മുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകണം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മുമ്പ് പറഞ്ഞതുപോലെ ഭർത്താക്കന്മാരായിരിക്കണം. ആ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, അത് കൃത്യമായി ഭംഗിയിലും മനോഹരമായും നിർവഹിക്കാൻ ഭർത്താവ് തയ്യാറാവണം. ഈ പറയുന്ന കാര്യങ്ങൾ ഇനി എങ്ങനെ പറഞ്ഞാൽ ഇത് പൂർണ്ണമാകില്ല. കാരണം സൂചനകൾ നൽകാൻ മാത്രമേ പറ്റൂ. പല കുടുംബങ്ങളിലും പല പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ആ നിലക്ക് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിങ്ങനെ കൂടുതൽ മുറി പഴുക്കാനും അത് വലുതാകാനും അങ്ങനെ 4th സ്റ്റേജിലേക്കൊക്കെ എത്താൻ കാത്തിരിക്കരുത്. അതിന് ചികിത്സ തേടണം, അതിന് പരിഹാരമുണ്ടാകണം എന്ന് ആത്മാർത്ഥമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരോടും ഞാനും എന്നോടും നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ കളിക്കേണ്ട, അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ നിലകൊള്ളേണ്ടവളാണ് പെണ്ണ്, ഭാര്യ. ചെറിയ റോളൊന്നുമല്ല പെണ്ണിന് കുടുംബത്തിൽ, വലിയ റോളാ. കുടുംബത്തിൻ്റെ രക്ഷാധികാരി, അതിൻ്റെ ഖയ്യിമുൽ ഉസ്റ ഭർത്താവാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഭർത്താവ് വിചാരിച്ചാൽ പോലും ഒരു കുടുംബം മുന്നോട്ടുണ്ടാകാൻ കഴിയില്ല. ഇതൊക്കെ അനുഭവങ്ങളാണ്, കഴിയില്ല. ഇനി ഭർത്താവ് കുടിയനാണ്, ഭർത്താവ് മടിയനാണ് എങ്കിൽ പോലും നല്ല നല്ല നെഞ്ചുറപ്പുള്ള അല്ലെങ്കിൽ നല്ല കരുതലുള്ള ഒരു കുടുംബിനി ആ വീട്ടിലുണ്ടെങ്കിൽ ഒരു പരിധിവരെ ആ കുടുംബം മുന്നോട്ട് പോകും. എന്താ കാരണം? എത്രയോ നമ്മൾ കാണുന്നുണ്ട്, 3-4 മക്കളുണ്ട്, മൂപ്പര് ഒരു ശ്രദ്ധയില്ല, മൂപ്പർക്ക് കിട്ടിയ കാശിന് മൂപ്പര് കുടിക്കാനും പോലും തികയുന്നില്ല, മൂപ്പര് കുടുംബത്തിന് ഒന്നും തരുന്നില്ലെങ്കിൽ പോലും കൂലി വേല ചെയ്ത് കുടുംബം കാത്ത ഒരുപാട് പെണ്ണുങ്ങൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്.
എന്നാൽ പെണ്ണൊന്ന് തെറ്റി നോക്കട്ടെ. ഭർത്താവ് നല്ല മാന്യനാണ്, നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ഭർത്താവാണ്, ഉപരി കുടുംബം എന്നുള്ള ശ്രദ്ധയേ ഉള്ളൂ. പക്ഷെ പെണ്ണ് കൊള്ളൂലെങ്കിൽ ആ കുടുംബം പാളിപ്പോകും. രണ്ടാളും കൂടി ഒരുപോലെ നിന്നാലോ, ഒത്തുപിടിച്ചാൽ മലയും പോരും. നമ്മൾ സാധാരണ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുള്ളൊരു കഥയില്ലേ, കഥകളിൽ ഒരുപാട് പാഠങ്ങളുണ്ട്, ചെറിയ പാഠമൊന്നുമല്ല. ഖുർആൻ എന്തിനായി കഥകളൊക്കെ പറഞ്ഞത്? എത്ര കഥകളാണെന്നറിയോ? ഈച്ചയുടെ കഥ, തേനീച്ചയുടെ കഥ, എട്ടുകാലിയുടെ കഥ, പശുവിൻ്റെ കഥ, ആനയുടെ കഥ. കഥകൾ ധാരാളമുണ്ട് അള്ളാഹുവിന്റെ കിതാബിൽ, ഖുർആനിൽ. ആന എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ ഇല്ലേ, അൽഫീൽ. ഉറുമ്പ് എന്ന് പറഞ്ഞിട്ട് അധ്യായമില്ലേ ഖുർആനിൽ. അപ്പൊ കഥകൾ എന്ന് പറഞ്ഞ, കഥ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉള്ളടക്കം? ഒരു കഥ ഇങ്ങനെയാണ്, നമ്മൾ ഒരുപാട് കേട്ട കഥയാണ്. മണ്ണാങ്കട്ടയും കരിയിലയും, അവർ ചങ്കും ചങ്കുമാണ്, ഉറ്റ സുഹൃത്തുക്കളാണ്. മണ്ണാങ്കട്ടയും കരിയിലയും. മണ്ണാങ്കട്ടക്ക് ഒരു സ്വഭാവം, അവരെപ്പോഴും ഒന്നിച്ച് യാത്ര ചെയ്യും, അവർ കഥ പറയും, ഒരുമിച്ച് കൂടും. പക്ഷെ ഒരു കാറ്റ് വന്നു, ശക്തമായ കാറ്റ് വന്ന് എന്താ ഉണ്ടാകുക? മണ്ണാങ്കട്ടക്ക് വല്ലാതെ കുഴപ്പമൊന്നും ഉണ്ടാകില്ല, പക്ഷെ ഈ ഇല മാറിപ്പോകും, കരിയിലൊക്കെ പിടിച്ചേക്കാൻ കഴിയില്ല. അപ്പൊ മണ്ണാങ്കട്ടയാകുന്ന സുഹൃത്ത് എന്ത് ചെയ്തു? ഇലയുടെ മുകളിൽ കയറി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റ് ശമിച്ചു, രണ്ടുപേരും പിന്നെയും യാത്ര തുടർന്നു. ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ശക്തമായി മഴ വന്നു. മഴ വന്നാൽ എന്തുണ്ടാകുക? മഴ വരുന്നത് കണ്ടപ്പോൾ ഇലക്ക് വല്ലാതെ പരിക്കൊന്നും പറ്റൂല. മഴ വന്നാൽ ഒന്ന് നനയും, അത്രേ ഉള്ളൂ. പക്ഷേ ഈ മണ്ണാങ്കട്ട അലിഞ്ഞില്ലാതെയാകും. ഇല എന്ത് ചെയ്തെന്നറിയോ? മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറി നിന്നു, മണ്ണാങ്കട്ടയെ കാത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ ശമിച്ചു, പിന്നെയും യാത്ര തുടർന്നു. ഇതൊരു യാത്രയാണ്. മണ്ണാങ്കട്ട ഒറ്റക്ക് വിചാരിച്ചാൽ എവിടെ എത്തൂല, ഈ ഇല മാത്രം വിചാരിച്ചാൽ എത്തൂല. എനിക്കുള്ള ഗുണം നിങ്ങൾക്കില്ല, നിങ്ങൾക്കുള്ളത് എനിക്കില്ല. ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെയാണ്. ഞാൻ എന്തോ സംഭവമാണ് എന്ന് ഭർത്താവ് വിചാരിച്ചാൽ എവിടെ എത്താൻ പോകുന്നില്ല. എന്നാൽ ഞാൻ കൊള്ളാം, മൂപ്പര് പോരാ എന്ന് പെണ്ണ് വിചാരിച്ചാലും ആ യാത്ര മുന്നോട്ട് നീങ്ങൂല. എല്ലാവർക്കും കുറവുകളുണ്ട്, ഒത്തിരി കുറവുണ്ട്, ആണിനുണ്ട് പെണ്ണിനുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും ഒരുപോലെ ശ്രദ്ധിക്കണം. അതിൽ പ്രധാനപ്പെട്ട റോളുള്ള ഒരുത്തിയാണ് പെണ്ണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിൽ സാധാരണ നമ്മൾ പറയല്ലേ, ഭയങ്കര ഭാഗ്യമുള്ള മനുഷ്യനാട്ടാ. കാരണം എന്താ? ഒത്തിരി കാശുണ്ട്. കാശുണ്ടായാൽ അത് ഭാഗ്യമാണോ? സമാധാനം ഉണ്ടാകുമോ? കാശുള്ളത് കൊണ്ട് മാത്രം സമാധാനം ഉണ്ടാകുമോ? അങ്ങനെ എത്ര പേരെ കാശുള്ള ആളുകൾ ഒരു സമാധാനമല്ല, ആത്മഹത്യ ചെയ്ത എത്രയോ സമ്പന്നരായ ആളുകളുണ്ട്. പേരൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. ജീവനൊടുക്കി പിടിച്ചു നിൽക്കാൻ കഴിയാതെ, കാശില്ലാഞ്ഞിട്ടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഭാഗ്യമാണ്. 3 കാര്യങ്ങൾ മിൻ സആദത്തി ഇബ്നി ആദം, ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. 3 കാര്യം. അതിൽ ഒന്നാമത് പറഞ്ഞു അൽ മർഅത്തു സ്വാലിഹ, ഒരു നല്ല ഇണയെ കിട്ടുക എന്നുള്ളതാ. അവൻ വിജയിച്ചു. നല്ലൊരു പാർട്ട്ണറാണ്, ജീവിത പങ്കാളിയാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഭാര്യയല്ല, എൻ്റെ പങ്കാളിയാണ്, എൻ്റെ പാതിയാണ്. ഇമ്മണി വലിയ എന്ന് പറഞ്ഞില്ലേ ഒരു മഹാനായ എഴുത്തുകാരൻ, ഒന്നും കൂടി ചേർന്ന എത്രയാണ്? 2, 1+1 2 എന്നല്ലേ നമ്മൾ പറയാ. ഒരു മഹാനായ എഴുത്തുകാരൻ പറഞ്ഞു, ഒന്നും കൂടി ചേർന്നാൽ അത് ഇമ്മണി വലിയ ഒന്നാണ്. ഇമ്മണി വലിയ ഒന്ന് എന്ന പോലെ ഭാര്യയും ഭർത്താവും 2 നദികളാണ്, 2 ദിശയിൽ നിന്ന് ഒഴുകി വരുന്നു. ആ ഒരു സ്ഥലത്ത് വെച്ച് രണ്ടാളും ഒരുമിക്കുന്നു, പിന്നെ ഒന്നിച്ചുള്ള ഒഴുക്കാണ്. അതിൻ്റെ മുന്നിൽ വരുന്ന പ്രതിബന്ധങ്ങളെയൊക്കെ ഒന്നിച്ച് നേരിടണം, തരണം ചെയ്യണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഭാര്യ, പെണ്ണ്. ഒരു മനുഷ്യന്റെ ഭാഗ്യമാണ്. അങ്ങനെ ഒന്ന് കിട്ടാൻ പടച്ചവനോട് പ്രാർത്ഥിക്കണം. ഇനി കിട്ടിയത് അങ്ങനെയല്ലെങ്കിലോ, ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിഹാരമുണ്ട്, മാറ്റിയെടുക്കാൻ കഴിയും. അത് ആദ്യമേ ആലോചിക്കണം, അത് വേറെ വിഷയം. കാരണം നമുക്ക് നമ്മുടെ എൻ്റെ ഉപ്പ ആരാകണം നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. എൻ്റെ മക്കള് ആണ് വേണോ പെണ്ണ് വേണോ, നമുക്കതിൽ ചോയ്സ് ഇല്ല. എൻ്റെ നിറം എന്താകണം, അതെൻ്റെ തീരുമാനമല്ല.
ഞാൻ ഏത് നാട്ടിൽ, ഏത് കുടുംബത്തിൽ, ഏത് തറവാട്ടിൽ ജനിക്കണം, അതൊന്നും ഞാൻ തീരുമാനിച്ചതല്ല. ഞാൻ തീരുമാനിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ മുകളിൽ നിന്നുള്ള തീരുമാനമാണ്. എന്നാൽ നിന്റെ ഇണയാരാകണം, അതിന് നിനക്ക് അല്ലാഹു തആല ചോയ്സ് തന്നു എന്ന് പറഞ്ഞാൽ അത്രയും ശ്രദ്ധിച്ചെടുക്കേണ്ട ഒരു പ്രേമത്തിൻ്റെ 1 ദിവസം 2 ദിവസം കണ്ടതുകൊണ്ട് പിന്നെ ഇവർ തർക്കടില്ലല്ലോ, മൂപ്പർ ഉഷാറാണല്ലോ, മൂപ്പർ എന്നെ എന്നും ഫോൺ ചെയ്യുമല്ലോ, എന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന് കരുതി ആരുടെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ നിൽക്കണ്ട. അങ്ങനെ ഒരു പെണ്ണിനെ വലിച്ചു കൊണ്ടുവരാൻ നിൽക്കണ്ട. സൈക്കോളജിക്കലി മനഃശാസ്ത്രജ്ഞർ പറയുന്നു, അങ്ങനെ സംഭവിച്ചാൽ 85% അതിലെന്തുണ്ടാകും? സംശയരോഗമുണ്ടാകും. 15 അവിടെ നിൽക്കട്ടെ. ഒത്തിരി കേസുകൾ നമ്മുടെ മുന്നിൽ വരുന്ന സംശയരോഗം ഉണ്ടാവും. കാരണം എന്താ? അവൾക്ക് 22 വയസ്സായപ്പോ അതുവരെ നോക്കിയ വാപ്പാന് പുല്ല് വരെ കൽപ്പിച്ച് എൻ്റെ കൂടെ അവൾ ഇറങ്ങി വന്നില്ലേ? അവള് നാളെ എന്നെ ചതിച്ചൂടായി കണ്ടോ? ചതിച്ചൂടെ? സാധ്യതയില്ലേ? ഈ സാധ്യത അവന്റെ മനസ്സിൽ രോഗമായി വരും. അതുകൊണ്ട് തൊലിനിറം കണ്ട് ആരുടെങ്കിലും സംസാരം കേട്ട് ആ പെണ്ണിനെ അങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നാൽ ഒരുപക്ഷെ അല്ല 85% നീ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ആ അനുഭവസ്ഥവരോട് ചോദിക്കൂ. എല്ലാ വിഷയം അങ്ങനെയല്ലേ? നമ്മളൊരു കോഴ്സ് എടുക്കുമ്പോൾ നമ്മളങ്ങോട്ട് ഓടിപ്പോയി എടുക്കുക ചെയ്യുക. അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇപ്പോൾ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ നടക്കുന്നില്ല. എന്തിനാ? നമുക്കത് അറിയില്ല. അതുകൊണ്ട് അതിൽ എക്സ്പെർട്ടായ ആളുകളുടെ അഭിപ്രായം തേടും. കല്യാണത്തിൽ അത് വേണ്ട, അത് ഞാൻ തീരുമാനിച്ചോളാം എന്ന് ലിബറലിസ്റ്റുകൾ പഠിപ്പിച്ചപ്പോൾ നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളും അതിൽ വീണുപോയോ? പല സ്റ്റാറുകളും, സിനിമാ സ്റ്റാറുകളും വന്നിട്ട് അതുകൊണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് ഇതൊക്കെ തന്നെയാണ് നവോത്ഥാനം എന്ന്. അതുകൊണ്ട് മനുഷ്യന്റെ ഭാഗ്യമാണ് നല്ല പെണ്ണ്, അൽ മർഅത്തു സ്വാലിഹ. ബാക്കി 2 നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഹദീസിന്റെ തുടക്കം പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് അങ്ങനെ പറയാം. ബാക്കി 2 എന്താ അറിയോ? ഒന്ന് മർകബു സ്വാലിഹ്, അൽ ബൈത്തു സ്വാലിഹ്. നല്ല വീട്, നല്ല സൗകര്യമുള്ള വീട്, നല്ല ഹെയർ സർക്കുലേഷൻ ഒക്കെ കിട്ടുന്ന നല്ല വീട്. ദൂർത്തുള്ള വീടല്ല ഉദ്ദേശിച്ചത്. അതിൽ ബർക്കത്തുണ്ടാകില്ല ദൂർത്താണെങ്കിൽ. എന്നാൽ അത്യാവശ്യം സൗകര്യമുണ്ട്, ആ റൂമുകളുണ്ട്, പിന്നെ വൃത്തിയുണ്ട്, നല്ല മനോഹരമായ വീട് ഒരാൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതൊരു മനുഷ്യന്റെ ഭാഗ്യമാണെന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന് പറഞ്ഞത് അൽ മർകബു സ്വാലിഹ്, നല്ല വാഹനം. ഈ പാട്ടപ്പൊളി വാഹനം കുറെ കാലമായി കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട് പ്രാപ്തി ഉണ്ടായിട്ട് പോലും അത് മാറ്റി നല്ലൊരു വാഹനം വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ, അള്ളാഹിന്റെ റസൂലിന്റെ ഒട്ടകം, ആ കുതിരക്ക് എത്ര വിലയുള്ളതായിരുന്നു. ദൂർത്താകണമെന്നല്ല, നമ്മുടെ നാട്ടിൽ സാധാരണ ലെവൽ ഉപയോഗിക്കുന്ന മാന്യമായ വാഹനം, വൃത്തിയുള്ള വാഹനം. ബൈക്കാണെങ്കിലും കുറച്ച് നല്ല ബൈക്കായിക്കോട്ടെ, കാറാണെങ്കിലും ആ പാട്ടപ്പൊളി കാറിനേക്കാൾ നല്ലത് കുറച്ച് നല്ല കാറായിക്കോട്ടെ, നല്ലൊരു വാഹനം. ആദിയിലും പിശുക്ക് കാണിക്കുന്ന ആളുകളുണ്ട്. ഒരു നല്ല വസ്ത്രം ധരിക്കൂല, എത്ര കാശുണ്ടായിട്ട് എന്താ കാര്യം? ഇതിങ്ങനെ പിശുക്കി 1 രൂപ ചെലവഴിക്കേണ്ട ഇടത്ത് വല്ലാത്ത പിശുക്ക്. അത് വലിയ രോഗമാണ്. പ്രാപ്തിയുണ്ടോ? മാന്യമായ വസ്ത്രം ധരിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, നല്ല വിലപിടിപ്പുള്ള സുഗന്ധം, പെർഫ്യൂം ഉപയോഗിക്കണം, നല്ല വീടുണ്ടാക്കണം, നല്ല വാഹനം വേണം. ഇതിലൊന്നും ദൂർത്ത് പാടില്ല. പക്ഷെ അതൊക്കെ മാന്യമായിരിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങൾ: നല്ല വീട്, നല്ല വാഹനം. ഒന്നാമത് പറഞ്ഞത് എന്താ? അൽ മർഅത്തു സ്വാലിഹ, നല്ല ഇണയെ കിട്ടുക എന്നുള്ളത് അത് ഒരു ഭാഗ്യമാണ്. നല്ല ഇണ എന്ന് പറഞ്ഞാൽ നല്ല കാണാൻ നല്ല മുഞ്ചുള്ള ഇണയല്ല, നല്ല തൊലിനിറമുള്ള ഇണയല്ല. പിന്നെ ആരാ നല്ല ഇണ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നിസാ, പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണ്, ഇദാ നളർത ഇലൈഹ സർറതുക, നീ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. നെഞ്ചത്ത് കൈവച്ചെന്ന് ആലോചിക്ക്, എൻ്റെ പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയാൽ ഞാൻ ഹാപ്പിയാണോ? അതല്ല, അവളെ മോന്ത കണ്ടാൽ, ആ കടന്നിന് കുത്തിയ മോന്ത കണ്ടാൽ, ആ വീർപ്പിച്ച് പിടിച്ച മോന്ത കണ്ടാൽ ഇപ്പൊ തന്നെ വരാണ്ടായിരുന്നു വീട്ടിലേക്ക് എന്നാണോ തോന്നുന്നത്? കുഴപ്പമൊക്കെ ഉണ്ടാവും വീടുകളിൽ, ചില പ്രശ്നങ്ങളും വഴക്കും ഒക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ചില ആളുകൾ പറയും, ഞങ്ങൾ 30 കൊല്ലമായിട്ട് ഇതുവരെ ഒരു വഴക്കും ഉണ്ടായിട്ടില്ല. അവിടെ എന്തോ പ്രശ്നമുണ്ട്, വഴക്കൊക്കെ ഉണ്ടാവും. അള്ളാഹിന്റെ റസൂൽ ആയിഷ ബീവി തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഏത് കുടുംബത്തിലെ വഴക്കില്ലാതിരിക്കുക? വഴക്കൊക്കെ ഉണ്ടാവും, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ വഴക്ക് തല്ലിൽ കലാശിക്കാൻ പാടില്ല. അതൊക്കെ ആ വഴക്കിന് ശേഷം ആകുമ്പോൾ ആ ബന്ധം കുറച്ചും കൂടെ സുദൃഢമാകണം. അതുകൊണ്ട് ആ പെണ്ണിനെ നോക്കിയാൽ സന്തോഷം.
അവള് സന്തോഷമല്ല, സർറത്തുക, അവൾ നിന്നെ സന്തോഷിപ്പിക്കും. നിനക്ക് സന്തോഷമുള്ളതേ അവൾ പറയൂ, സന്തോഷമുള്ളതേ ചെയ്യൂ. ചോറ് അങ്ങോട്ട് കൊടുന്നിച്ച് വേണമെങ്കിൽ തിന്നോ, ഇത് എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആ ചോറിനൊരു ടേസ്റ്റ് ഉണ്ടാകൂല. എന്നാ ചമ്മന്തിയും കഞ്ഞും സംഗതിയും ഉള്ളൂ എങ്കിൽ പോലും അവൾ തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ട് ഇഷ്ടത്തോടു കൂടി വെക്കുന്നതിന് വേറൊരു ടേസ്റ്റ് ഉണ്ട്. ചില പെണ്ണുങ്ങള് ഭർത്താക്കന്മാരെ ഇടങ്ങറാക്കും. നിങ്ങൾ 10 കൊല്ലം നിന്നില്ലേ ഗൾഫില്? നിങ്ങളെപ്പോലെ തന്നെയല്ലേ എൻ്റെ അമ്മായിയുടെ മോനും 10 കൊല്ലല്ലേ അവനും നിന്നത്? അവനിപ്പോൾ എവിടെ എത്തി എന്ന് ചോദിച്ച് ഭർത്താവിൻ്റെ മനസ്സിൽ തീ കോരിയിടുന്ന പെണ്ണുങ്ങളെ ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന് കൊടുത്തത് സന്തോഷമാണോ? ഇദാ നളർത ഇലൈഹ സർറതുക, അവളെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല പെണ്ണ്, ഞാൻ ആ കോലത്തിലല്ല എൻ്റെ പെണ്ണ് എങ്കിൽ ഞാൻ ആവർത്തിക്കുന്നു, അങ്ങനെ ആക്കാൻ പറ്റും. എല്ലാവരും അങ്ങനെ തന്നെ ആയിക്കൊള്ളുന്നില്ല. ചിലക്ക് ജീവിതം പഠിച്ചു വരുന്നേ ഉണ്ടാവുള്ളൂ. അത് പക്വതയായി പാകപ്പെട്ട് വരുമ്പോൾ അവരങ്ങനെയാകും. അതിന് നമ്മൾ പരിഹാരം അവരെ തല്ലലും ചീത്ത പറയലും അവരെ വെറുക്കലും മാറ്റി നിർത്തലും അല്ല. അതതിന് ഒരു പരിഹാരമല്ല. നിങ്ങൾ നോക്ക്, ആയിഷ റളിയല്ലാഹു അൻഹ വളരെ ചെറുപ്പമായിരുന്നില്ലേ? ഞാൻ മുമ്പ് സൂചിപ്പിച്ചു അല്ലേ, ആയിഷ ബീവിയുടെ പെരുമാറ്റത്തിൽ നബിക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ ഒരുപാടുണ്ടായി. ഏത് പെണ്ണിൽ നിന്നുണ്ടാകും, ഏത് പെണ്ണിൽ നിന്നും ഉറപ്പായിട്ടും ഉണ്ടാകും. അതിന് പരിഹാരം അവളെ തല്ലലല്ല, അവളെ ചീത്ത പറയലല്ല, വഴക്ക് പറയലല്ല, അവളെ പരിഹസിക്കലല്ല. അതിന് പരിഹാരം വേറെയാണ്. അങ്ങനെ പടിപടിയായി അവൾ മാറും. നീ അവളോട് കൽപ്പിച്ചാൽ അവൾ അനുസരിക്കും. വെള്ളം ഒരു ബക്കറ്റ് വെള്ളം ചൂടാക്കണമെന്ന് പറഞ്ഞാൽ അത് പറയാനുള്ള അർഹത ഇയാൾക്ക് ഉണ്ടാകണം. അത് വേറെ വിഷയം. അതിൻ്റെ ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചത്. അങ്ങനെ ആവശ്യപ്പെടാനുള്ള അർഹത ഉണ്ടാകണം. ഇയാൾക്ക് എന്താ അർഹതയാണ്? ഇയാളെ തിരിഞ്ഞു നോക്കുക പോലില്ല. അയാൾക്ക് അങ്ങനെ പറയാൻ എന്നുള്ള വേറെ വിഷയം. അപ്പൊ അതിന് അർഹതയുണ്ടെങ്കിൽ അങ്ങനെ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു ഭാര്യ, അങ്ങനെ ഭാര്യ ഉണ്ടോ? അയാൾ ഭയങ്കര ഭാഗ്യവാനാട്ടോ. അയാൾ സൗഭാഗ്യവാനാണ് എന്ന് മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലാത്തൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ, നമ്മുടെ പെണ്ണുങ്ങള്, നമ്മുടെ മക്കളെ ആ രീതിയിൽ നമ്മൾ പഠിപ്പിക്കണം. ആ മക്കളെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കണം. നമ്മുടെ മക്കൾ പോയിട്ട് സ്വന്തം ഭർത്താവിനെ അയാളുടെ ഉമ്മയിൽ നിന്ന് അങ്ങനെ അകറ്റാം എന്ന് ട്രെയിനിങ് കൊടുക്കുന്ന ഉമ്മമാര് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. ഭർത്താവിനെ ഉമ്മയിൽ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് വലിച്ചെടുക്കാം, എൻ്റെ കുടുംബത്തിലേക്ക് ആക്കാം. ഭർത്താവിനെ ഉമ്മയിൽ നിന്ന് അകറ്റുന്ന വല്ല പെണ്ണുമുണ്ടെങ്കിൽ അവൾ അറിയണേ, നീ നിന്റെ ഭർത്താവിനെ വലിക്കുന്നത് നരകത്തിലേക്കാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നാണ് നീ അകറ്റുന്നത്. നീ നിന്റെ ഭർത്താവിനെ ഉമ്മയിലേക്ക് പിന്നെയും പിന്നെയും അടുപ്പിക്കണം. കാരണം ഉമ്മയാണ്. ഭർത്താവിന്റെ ഉമ്മ സ്വന്തം ഉമ്മയാണ്. ഒരു വിശ്വാസിക്ക് 15 ഉമ്മ ഉണ്ട്. ഇതാ വെറുതെ പറയല്ല. നമുക്കൊക്കെ എനിക്കുണ്ട് 15 ഉമ്മ, നിങ്ങൾക്കൊക്കെ ഇല്ലേ? ചിലപ്പോൾ അതിലും കൂടുതലുണ്ടാവും. നമ്മൾ അറിയണം ആരാണ് ഉമ്മമാർ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മമാരാണ്. ആയിഷ ബീവി എന്ന് പറഞ്ഞ നമുക്ക് ഉമ്മയാണ്. അതുകൊണ്ടാണ് റസൂലിന്റെ വഫാത്തിന് ശേഷം റസൂലിന്റെ ജീവിച്ചിരിക്കുന്ന ഭാര്യമാര് കല്യാണം കഴിക്കാൻ പാടില്ല. ഉമ്മനെ കെട്ടാൻ പറ്റുമോ? ഉമ്മയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ. ആദം നബിയുടെ ഉമ്മ നമുക്കൊക്കെ ഉമ്മയാണ്. നമുക്ക് ജന്മം നൽകിയ ഉമ്മ നമ്മുടെ ഉമ്മയാണ്. നമ്മുടെ ജീവിത പങ്കാളിയുടെ ഉമ്മയാണ്. ഉമ്മ എന്നുള്ള വാക്ക് തന്നെ ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. അങ്ങനെ ഈ ഉമ്മമാരൊക്കെ സ്വന്തം ഉമ്മയായി ഭർത്താവിന്റെ ഉമ്മയെ സ്വന്തം ഉമ്മയായി കാണണം. അതിന് ഭർത്താവിന്റെ ഉമ്മയും അങ്ങനെ കാണണം, ഭർത്താവിന്റെ ഉമ്മയും അങ്ങനെ കാണണം. ഇതെന്റെ മരുമകളല്ല, എൻ്റെ മകളാണ്, എൻ്റെ മകന്റെ പാതിയാണ് ഈ വരുന്നത്, അവൾ മരുമകളാണ്, അവൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നാട്ടി നിർത്തുന്ന ഉമ്മമാരുണ്ടെങ്കിൽ അത് അതിനേക്കാൾ വലിയ അപകടമാണ്. അതുകൊണ്ട് സഹോദരിമാരെ, ഏറ്റവും നല്ല സ്ത്രീ അങ്ങനെ ഒരു സ്ത്രീയാണ്, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ്. അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടാൻ നമ്മളൊക്കെ സൗഭാഗ്യം ചെയ്യണം. ഭർത്താവിൻ്റെ സന്തോഷത്തിലും
ഭർത്താവിന്റെ പ്രയാസത്തിലും ഒപ്പം നിൽക്കുന്ന പെണ്ണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. പലപ്പോഴും അലി തങ്ങളും ഫാത്തിമയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുടുംബ വഴക്കുകൾ, മനുഷ്യന്മാരല്ലേ, ഞാൻ സൂചിപ്പിച്ചില്ലേ, ഉണ്ടാകും. അപ്പോഴൊക്കെ അമ്മശങ്കാക്കയാകുന്ന റസൂല് പിന്നെ വടിയും കയ്യിൽ പിടിച്ച് കൊടയും കക്ഷത്ത് വെച്ചുകൊണ്ട് ആരാണവൻ, ഇനി ഒന്ന് അറിയണല്ലോ, എന്താണ് അവനിന്റെ മോളെ പറഞ്ഞത് എന്ന് ചോദ്യം ചെയ്യാൻ പോയതല്ല. വളരെ സൗമ്യതയോട് കൂടി മോളോട് പറഞ്ഞു, മോളെ ഇത് നിന്റെ ഭർത്താവാണ്, അള്ളാഹിനെ മുൻനിർത്തി നിനക്ക് കെട്ടിച്ചു തന്നതാണ്, നിന്നെ സ്വീകരിച്ചതാണ്, നിന്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞ് പടിപടിയായി പഠിപ്പിക്കുകയായിരുന്ന റസൂല് ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ. പിന്നെ എവിടെ എത്തിയെന്നറിയോ? ഒരിക്കൽ അവിടെ നിന്ന് ഒരു പഴം തിന്നാൻ, ഉറുമാമ്പഴമാണെന്നും ഈത്തപ്പഴമാണെന്നും ഒക്കെ ചരിത്രങ്ങളിൽ കാണുന്നുണ്ട്, തിന്നാൻ വല്ലാത്ത പൂതി. വലിയ അലി റളിയല്ലാഹു അൻഹു ഒരു സാധുവായിരുന്നു, പാവപ്പെട്ട ആളായിരുന്നു, സമ്പന്നനൊന്നുമല്ല, അത് കയ്യിൽ കാശൊന്നുമില്ല, പോക്കറ്റിലൊന്നുമില്ല. ഫാത്തിമാക്കാണെങ്കിൽ ഒരു പൂതി ഈത്തപ്പഴം തിന്നാൻ. ആ ഈത്തപ്പഴം തിന്നാൻ പൂതി വന്നപ്പോ നമ്മൾ കേട്ടിട്ടില്ലേ, ആറ്റി പോറ്റി വീടൊരു പറഞ്ഞൊരാശ എന്ന് പറഞ്ഞ് മനോഹരമായ പാട്ടുണ്ട്. വല്ലാത്തൊരാശ പറഞ്ഞു, പഴം തിന്നാ പൂതിയുണ്ട്. അലി റളിയല്ലാഹു അൻഹു അങ്ങനെ എന്തോ ഒരു പണി കിട്ടുക, എന്തെങ്കിലും ജോലി കിട്ടണം, അങ്ങനെ പോയി ഒരു കൂലിപ്പണിയെടുത്ത് ആ കാശുമായി നേരെ വിട്ടു അങ്ങാടിയിലെത്തി പഴം വാങ്ങിച്ചു. ആ പഴവുമായി വീട്ടിലേക്ക് വരുന്ന വഴി തന്നിൽ ഒരു ഫക്കീർ, കേട്ടിട്ടില്ലേ പാട്ട്, വിശന്ന് പൊരിഞ്ഞു തൂകുന്നു കണ്ണീര്. അയാൾ വിശന്ന് കരയുക, തൻ്റെ പ്രിയതമക്ക് നൽകാനുള്ള പഴമാണ് കയ്യിലുള്ളത്. പക്ഷേ വഴിയിൽ വിശന്ന് പൊരിയുന്ന ഒരു ഫക്കീർ എന്തു ചെയ്യും? കൊടുത്തു അദ്ദേഹത്തിന് ആ പഴം കൊടുത്തു. അദ്ദേഹം അത് ആർത്തിയോട് കൂടി തിന്നു. അദ്ദേഹം ഒരു താങ്ക്സ് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് തിരിച്ചെത്തി. ഞാൻ എന്ത് പറയും എൻ്റെ ഫാത്തിമാട്? അവൾ കാത്തിരിക്കുന്നുണ്ടാവൂലേ ഈ പഴത്തിന്. ഫാത്തിമാനോട് ഞാൻ എന്ത് പറയും? നമ്മളെ പെണ്ണുങ്ങളോടാണെങ്കിൽ ആലോചിക്കുക, നിങ്ങൾക്ക് അല്ലെങ്കിലും ഇഷ്ടം നാട്ടുകാരോടല്ലേ? നിങ്ങൾക്ക് ഇന്റെ കാര്യത്തിൽ വല്ല ശ്രദ്ധ ഉണ്ടോ? നിരന്തരമായി കുറ്റപ്പെടുത്തുന്ന സഹോദരിമാർ. വീട്ടിലെത്തി പറഞ്ഞു, ഫാത്തിമ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, മുത്ത് മണിമാരാ നിങ്ങൾ ചെയ്തത് എത്ര മഹത്തായ കാര്യമെന്നോർത്ത്, നിങ്ങൾ ചെയ്തത് എത്ര നല്ല കാര്യമാണ്, ഒരുപാട് പഴം തിന്നതിനേക്കാൾ എൻ്റെ കൽബ് നിറഞ്ഞു എന്ന് പറഞ്ഞ് ആ പ്രിയതമന് ആ നിമിഷത്തിലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇതൊക്കെ പച്ചയായ മനുഷ്യന്മാരല്ലേ അവര്? നമ്മളെ കൊണ്ട് സാധിക്കൂലേ? എന്തിനാണ് കുറെ സങ്കടവും പേരി ജീവിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ ബീവിയോട് വലിയ ഇഷ്ടമായിരുന്നു. എത്ര വയസ്സിന്റെ വ്യത്യാസം എന്നറിയോ? 15 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് രണ്ടാളും തമ്മില്. റസൂൽ 25 ആകുമ്പോ കല്യാണ ടൈമില് ഖദീജ ബീവിക്ക് 40 വയസ്സല്ലേ പ്രായം, 15 വയസ്സിന്റെ വ്യത്യാസമുണ്ടായി. എന്നിട്ട് എന്തൊരു സ്നേഹമായിരുന്നു. അവിടെ നിന്ന് ഇറാ ഗുഹയില് ചില ആളുകൾക്കുണ്ട്, കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ദാമ്പത്യ ജീവിതം കഴിഞ്ഞു. ദാമ്പത്യ ജീവിതം കുറച്ച് ഫിസിക്കൽ കോണ്ടാക്ട് മാത്രമല്ല, അതിനപ്പുറം ഒരു കാരുണ്യമുണ്ട്. ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് ഒരു വിരിപ്പിൽ തന്നെ മരണം വരെ കിടക്കണം, ഒരു തലയണയിൽ കിടക്കണം ഭാര്യയും ഭർത്താവും. എത്ര വയസ്സായാലും ഉമ്മയും ഉപ്പയും അപ്പുറത്തും ഇപ്പുറത്തല്ല കിടക്കേണ്ടത്, അവരൊരു റൂമില്. അതിലൂടെ സ്നേഹം വർദ്ധിക്കും, കാരുണ്യമുണ്ടാകും. വജഅല ബൈനകും മവദ്ദത വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. എത്ര മനോഹരമായിട്ട് ഖുർആൻ അവതരിപ്പിച്ചത്. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ വലിയ ഇഷ്ടമായിരുന്നു റസൂലിന്. റസൂൽ ഹിറാ ഗുഹയിൽ ഇരുന്നു, നമ്മൾ അത്ര കേട്ടതാണ്. അള്ളാഹിന്റെ റസൂൽ വഹി ഇറങ്ങി, ജിബ്രീൽ വന്നു, പേടിച്ചു വിറച്ച് വീട്ടിലേക്ക് ഓടി സെമ്മിലൂനി, പുതപ്പിട്ട് മൂടു ഖദീജ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഖദീജ എനിക്കെന്തോ വിറ വരുന്നു, തണുക്കുന്നു, എന്നൊന്ന് പുതപ്പിക്കൂ. ഖദീജാവി പുതപ്പിട്ട് കൊടുത്തു, പുതപ്പിച്ചു, സമാധാനിപ്പിച്ചു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിന്റെ സൂക്കടാ ഈ ഒറ്റക്ക് ഇങ്ങനെ ഇവിടെ പോയി കുത്തിരിക്കാൻ? ഇതൊരു അഹമ്മദിയല്ലേ എന്ന് പറഞ്ഞ് വേദനിപ്പിക്കുകയല്ല, ആ പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിന്റെ റസൂൽ സമാധാനിപ്പിച്ചു. ചില വാക്കുകൾ ഇങ്ങനെ എണ്ണി പറഞ്ഞു, അങ്ങ് വിഷമിക്കണ്ട, അള്ളാന്റെ കൂടെ എന്ന് പറഞ്ഞ് ആ പ്രതിസന്ധി ഘട്ടത്തിലും റസൂലിനെ സമാധാനിപ്പിച്ച ഖദീജ ബീവിയും റസൂലും എത്ര ക്ലോസ് ആയിരുന്നു. അതുകൊണ്ടല്ലേ ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷവും വർഷങ്ങളോളം സഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലിന്റെ വഫാത്ത് വരെ
എന്തെങ്കിലും പ്രത്യേക ഫംഗ്ഷൻ ഉണ്ടായാലേ, ഒരു ആടിനർത്താൽ, എന്തെങ്കിലും നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ അപ്പൊ റസൂൽ ഇങ്ങനെ ഖദീജയുടെ ഫ്രണ്ട്സ്, ഖദീജയുടെ കൂട്ടുകാരികളെ തേടിപ്പോയി അവർക്കൊരു വിഹിതം കൊടുത്തിട്ട് പോലും ആ ഓർമ്മ നിലനിർത്തിയിരുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഇങ്ങനെ വാഴ്ന്നു പറയാനുള്ളതാണോ? ഇതൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ തള്ളിവിടാനുള്ളതാണോ? ഇതൊക്കെ നമ്മുടെ വീടുകളിൽ പ്രാക്ടീസ് ചെയ്യണ്ടേ? അങ്ങനെ സ്നേഹത്തിന്റെ കാഴ്ചക്ക് വലിയ മൊഞ്ചൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ലാന്ന്. കാഴ്ചയിലെ മൊഞ്ചല്ല, മനസ്സിന്റെ സൗന്ദര്യമാണ് യഥാർത്ഥ സൗന്ദര്യം. അങ്ങനെയുള്ള നല്ല ഭാര്യമാർ ഒരാൾക്ക് കിട്ടിയാൽ അയാൾ ജീവിതത്തിൽ വലിയ ഭാഗ്യം ലഭിച്ചവരാണ് എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരിൽ, മക്കളിൽ, മാതാപിതാക്കളിൽ റഹ്മാനായ റബ്ബേ, അള്ളാഹുവേ, നീ നല്ല ഇണക്കവും ഐക്യവും പൊരുത്തവും നീ ഇട്ടുതരണേ അള്ളാഹ്. അതുവഴി ജീവിതത്തിൽ, ദുന്യവിയായ ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും ഞങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.